ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നാണയങ്ങളാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില ലഭിക്കാവുന്ന നല്ലൊരു നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്ന നാണയങ്ങളൊക്കെ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നാണയങ്ങൾ, അതായത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നാണയങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ച കുറച്ച് നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു നാണയം എന്ന് പറയുന്നത് 1 ക്വാർട്ടർ അണ, അതായത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 1 ക്വാർട്ടർ അണ 1887 നാണയമാണ്. വിക്ടോറിയ എംപ്രസിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ ഒരു നാണയത്തിന് കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 180 രൂപയാണ്. 180 രൂപ കൊടുത്താണ് ഈ ഒരു നാണയം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 1887 നാണയം അത്യാവശ്യം നല്ലൊരു വില ലഭിക്കാവുന്ന 1 ക്വാർട്ടർ നാണയമാണ്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന നാണയം ഈ ഒരു നാണയം അതായത് കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിലെ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ കച്ച് എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിലെ 2 ഡിഫറെൻറ്റ് ടൈപ്പിലൊരു നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 നാണയം കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിലെ നാണയമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ ഈ ഒരു നാണയത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നാണയത്തിന് വന്നിരിക്കുന്ന വില 350, ഈ ഒരു നാണയത്തിന് വന്നിരിക്കുന്ന വില 325 രൂപയാണ്. അപ്പോൾ നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. ലെറ്റേഴ്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഈ ഒരു നാണയം ഹോൾ നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഹോൾ കോയിനാണ്. അപ്പോൾ ഹോൾ കോയിൻ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിലെ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിലെ 2 ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു സ്കാസ് കാറ്റഗറി നാണയമാണ്. അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് ഞാൻ മേടിച്ചിരിക്കുന്ന നാണയം എന്ന് പറഞ്ഞാൽ ട്രൈ മെറ്റാലിക് നാണയമാണ്. ഇപ്പോൾ നമ്മുടെ കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക ഡീപ്പായിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു കളക്ഷൻ പർപ്പസാണ് ട്രൈ മെറ്റാലിക്. അത് 3 മെറ്റൽ ചേർന്ന് 3 ഡിഫറെൻറ്റ് ടൈപ്പിൽ മെറ്റൽ ഉണ്ടായിരിക്കും ആ ഒരു ടൈപ്പിൽ വരുന്ന നാണയങ്ങൾ. അപ്പോൾ മൗറിറ്റാനിയ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന, നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ഈ ഒരു നാണയത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന വില 400 രൂപയാണ്. നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നാണയമാണ്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന നാണയം ഈ ഒരു നാണയം പ്രിൻസ്ലി സ്റ്റേറ്റിൽ എന്നൊരു നാണയം തന്നെയാണ്, ഹോൾ നാണയമാണ്. അപ്പോൾ എനിക്ക് ഹോൾ കോയിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ കുറച്ച് നാണയങ്ങൾ കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു നാണയങ്ങൾ കൂടി വന്നതിന് ശേഷം ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇപ്പോഴും സർക്കുലേഷനിൽ ഉള്ള നാണയമാണ്, 5 രൂപ നാണയമാണ്. മദൻ മോഹൻ മാലവ്യ അദ്ദേഹത്തിൻ്റെ 5 രൂപ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്കാണ്. മിൻറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്നത് M എന്നുള്ള ഒരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് കിട്ടാവുന്ന നാണയമാണ്. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് നമുക്ക് ഡീലേഴ്സിൻ്റെ നിന്നായാലും എക്സിബിഷനിൽ നിന്നായാലും നമുക്ക് കിട്ടാവുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഒരു 5-6 മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു നാണയം കൂടെ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നാണയം, അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇപ്പോഴും സർക്കുലേഷനുള്ള ഒരു 5 രൂപ നാണയം കൂടെ എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്. 1909 1 ക്വാർട്ടറാണ്, അതായത് എഡ്വേർഡ് 7 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 1 ക്വാർട്ടറിൻ്റെ നാണയമാണ്. ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ നല്ലൊരു കണ്ടീഷൻ, നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് ഏകദേശം 25,000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു റയർ കാറ്റഗറി ഒരു നാണയമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ആ ഒരു നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1909 ഈ ഒരു നാണയത്തിൻ്റെ വീഡിയോയും ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ അടുത്ത് 1897 ഒരു 1 ക്വാർട്ടർ നാണയം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിക്ടോറിയ എംപ്രസിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 1 ക്വാർട്ടർ നാണയമാണ്. ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ച നാണയങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസിന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾ, അതായത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക.
അപ്പോൾ ഒരുപാട് പേരുടെയൊക്കെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.